ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് പ്രതി ചേർത്തത് ഡോക്ടർ ലളിതാംബികയെ മാത്രം. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പ്രതിയല്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവച്ച സംഭവത്തിൽ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്ത് കേസെടുത്ത പോലീസ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയോ മറ്റ് ഡോക്ടേഴ്സോ പ്രതികളല്ല. മനുഷ്യജീവനും വ്യക്തിസുരക്ഷയ്ക്കും അപകടകരമാം വിധം പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എഫ്ഐആർ. വയറ്റിൽ കുടുങ്ങിയ കത്രിക മൂലം 5 വർഷത്തോളം വേദന അനുഭവിച്ച ഉഷ ജോസഫിന്റെ ബന്ധുവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുഞ്ഞിനെ ഒന്ന് എടുക്കുവാനോ മുലയൂട്ടുവാനോ കഴിയുന്നില്ല. നടക്കുവാൻ 2 ആളുടെ സഹായം വേണം. പ്രസവ ശസ്ത്രക്രിയയിലെ പിഴവിനിരയായ ഹസ്നയുടെ ദുരിത ജീവിതം. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പ്രസവ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ജീവിതം വഴിമുട്ടി മടത്തറയിലെ ഹസ്ന ഫാത്തിമ. ചികിത്സാ പിഴവിനെ തുടർന്ന് ഇതുവരെ 5 ശസ്ത്രക്രിയകളാണ് ഹസ്നയ്ക്ക് നടത്തേണ്ടി വന്നത്. ഹസ്നയ്ക്ക് സാധാരണ ജീവിതം നയിക്കുവാൻ ഇനിയും 2 ശസ്ത്രക്രിയകൾ കൂടി നടത്തേണ്ടി വരും. ചികിത്സാ ചിലവുകളെങ്കിലും സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് നിർധന കുടുംബത്തിന്റെ ആവശ്യം. 7 മാസം പ്രായമുള്ള കുഞ്ഞുള്ള ഹസ്നയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കയ്യിലെടുത്ത് നടക്കുവാനോ മുലയൂട്ടുവാനോ പോലും വയ്യാത്ത അവസ്ഥയാണുള്ളത്. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയകൾ കൊണ്ടാണ് തനിക്ക് കുറച്ചെങ്കിലും എഴുന്നേറ്റിരിക്കുവാൻ സാധിച്ചതെന്ന് ഹസ്ന മാധ്യമങ്ങളോട് പറഞ്ഞു. അമേരിക്കയിൽ ട്രംപും കോടതിയും നേർക്കുനേർ. പകരച്ചുങ്കം റദ്ദാക്കി സുപ്രീം കോടതി. വാശിച്ചുങ്കം പ്രഖ്യാപിച്ച ട്രംപ്. പകരച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ 150 ദിവസത്തേക്ക് 10% ആഗോള തീരുവ ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയ്ക്ക് മേലുള്ള പകരച്ചുങ്കം 18% തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. തനിക്കെതിരെ വോട്ട് ചെയ്ത ന്യായാധിപന്മാർ രാജ്യസ്നേഹമില്ലാത്തവരും ഭരണഘടനയോട് കൂറില്ലാത്തവരുമാണെന്നും ട്രംപ് ആഞ്ഞടിച്ചു. തോന്നിയതുപോലെ ട്രംപിന് തീരുവ ചുമത്താനാകില്ലെന്നും ഇത് നിയമവിരുദ്ധമാണ് എന്നുമാണ് ഇന്നലെ US സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഇതിന് പിന്നാലെ വാശിച്ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. 1974 വ്യാപാര നിയമത്തിന്റെ 122 വകുപ്പ് പ്രകാരമാണ് പുതിയ ഉത്തരവ്. നിലവിലുള്ള സാധാരണ തീരുവയ്ക്ക് പുറമെയാണ് ഇതെന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം രാജ്യങ്ങൾക്ക് മേൽ തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നായിരുന്നു സുപ്രീം കോടതി വിധി. ട്രംപ് അധികാരപരിധി ലംഘിച്ചു എന്നുമുള്ള US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന്റെ വിധി ശരിവെച്ചുകൊണ്ടാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം സുപ്രീം കോടതി അസാധുവാക്കിയത്. വേനൽ അവധിയും പെരുന്നാളും. ഇത്തവണയും ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. പ്രവാസികൾക്ക് ഇത്തവണയും നിരാശ. മാർച്ചിലെ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. വേനൽ അവധിയും പെരുന്നാളും ഒത്തുവന്നതോടെയാണ് വിമാന കമ്പനികൾ പതിവ് പോലെ ടിക്കറ്റ് നിരക്ക് കൂട്ടിയത്. ഇരട്ടിയിലധികം തുകയാണ് പല വിമാന കമ്പനികളും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നാട്ടിലെത്തി പെരുന്നാൾ ആഘോഷിച്ച് തിരിച്ചു വരുവാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്കും അവധി ആഘോഷിക്കുവാൻ ഗൾഫിലേക്ക് വിമാനം കയറാൻ ഇരിക്കുന്നവർക്കും ഇത്തവണയും വൻ നിരാശ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പെരുന്നാളും വേനലവധിയും ഒക്കെ ഒരുമിച്ച് വന്നതോടെ മാർച്ചിൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം വൻ തുക നൽകിയാൽ മാത്രമേ പെരുന്നാൾ സമയം വിമാനയാത്രയ്ക്ക് കഴിയുകയുള്ളൂ. ചൂടിന് ആശ്വാസമായി വേനൽ മഴ വരുന്നു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഇന്ന് 5 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ കൂടുതൽ മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ട്രംപിന് വൻ തിരിച്ചടി. ട്രംപ് പ്രഖ്യാപിച്ച തീരുവ നിയമപരമായി നിലനിൽക്കില്ലെന്ന് US സുപ്രീം കോടതി. തീരുവ നടപടികളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി. ട്രംപ് പ്രഖ്യാപിച്ച തീരുവ നിയമപരമായി നിലനിൽക്കില്ലെന്ന് US സുപ്രീം കോടതി വിധിച്ചു. തോന്നിയതുപോലെ തീരുവ ചുമത്തുവാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നും അമേരിക്കൻ സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ദുരുപയോഗം ചെയ്താണ് ട്രംപിന്റെ നടപടിയെന്നും അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചു. ട്രംപിന്റെ നടപടി നിയമത്തിന്റെ പരിധി ലംഘിച്ചുള്ളതാണെന്നും കോടതി വിധിയിലുണ്ട്. ഭരണഘടനാ പ്രകാരം തീരുവ ചുമത്തുന്നതിന് മുൻപ് പ്രസിഡന്റ് അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം നേടിയിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിന്റേതാണ് നിരീക്ഷണങ്ങൾ.
പ്രാർത്ഥനകൾ വിഫലം. ലോറിയിൽ നിന്നും സെയിൽസ്മാൻ മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു. മലപ്പുറം മാധവനാട് ക്വാറിയിലേക്ക് മറിഞ്ഞ മിനി ലോറിയിൽ കുടുങ്ങിയ സെയിൽസ്മാൻ മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു. 7 മണിക്കൂറിലേറെ നേരം നീണ്ട ദൌത്യത്തിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തീവ്രശ്രമത്തിലൂടെ ലോറി വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് ഉയർത്തുകയും ക്യാബിൻ വെട്ടിപ്പൊളിച്ച് മുസ്തഫയെ പുറത്തെടുക്കുകയുമായിരുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ ഉച്ചയ്ക്കാണ് ക്വാറിയിലേക്ക് മിനി ലോറി മറിഞ്ഞത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ദുഷ്കരമായ രക്ഷാദൌത്യമാണ് 7 മണിക്കൂറോളം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ ലോറി ഡ്രൈവർ ജാഫർ ചികിത്സയിലാണ്. ജാഫറിനെ മുൻപ് തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. വെള്ളത്തിലും ചെളിയിലും പൂർണ്ണമായും മുങ്ങിപ്പോയ ലോറി 5ാമത്തെ ശ്രമത്തിലാണ് ഉയർത്തുവാൻ സാധിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.